ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ആവണീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മുടെ തിരുവോണമാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ നമ്മുടെ തിരുവോണ ദിനാശംസകൾ. ഗായ്സ്, അപ്പോൾ രാവിലെ ഫുള്ള് പണിയും തിരക്കുകളൊക്കെ ആയിരുന്നു. അപ്പോൾ കറി ഉണ്ടാക്കലും അങ്ങനെ ഓരോന്നൊക്കെ ആയിരുന്നു ഫുഡിൻ്റെയൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇടയിൽ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിക്കുന്നതാണ് നമ്മുടെ ചേന പുഴക്കിയിട്ടോ. നമ്മുടെ പറമ്പിൽ നല്ല ഫ്രഷ് ആയിട്ട് പുഴക്കിയ ചേനയാണ്. അപ്പോൾ നമുക്കിതൊന്ന് പുഴക്കിയിരിക്കുന്നത് നമുക്ക് അവിയലിലേക്കും അതുപോലെ തന്നെ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങൾ ഇതിന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല കഴുകി ഫ്രഷ് ആയിട്ട് എടുക്കാം. അപ്പം എന്തായാലും ആദ്യം മണ്ണൊന്ന് കളയാം. നല്ല മൂത്ത് കളഞ്ഞ ചേന ആയതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ടും. ഗായ്സ്, ഇന്ന് തിരുവോണമായിട്ട് നമ്മൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ കുടുംബക്ഷേത്രം. അപ്പോൾ ഇതുപോലുള്ള എല്ലാ ആഘോഷ ദിവസങ്ങളും നമ്മൾ വരാറുണ്ട് കേട്ടോ. ഇന്ന് പിന്നെ തിരുവോണം മാത്രമല്ല, എനിക്കൊരു സ്പെഷ്യൽ ഡേ കൂടിയാട്ടോ ഇന്ന്. കാരണം എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ അങ്ങനെ രണ്ട് കാരണം കേട്ടോ നമ്മൾ ഇന്ന് അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അമ്പലത്തിലേക്ക് ഒന്ന് പോയി തൊഴുതിട്ട് വരാം. അങ്ങനെ എല്ലാവർക്കും നമ്മുടെ തിരുവോണ ദിനാശംസകൾ. അപ്പോൾ എല്ലാവരുടെയും ഓണവിശേഷങ്ങളൊക്കെ എവിടം വരെ എത്തി. അപ്പോൾ ദാ ഞാനിവിടെ കുറച്ച് പൂവും മേലയൊക്കെ പറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് പൂവും ഇലയൊക്കെ ഇവിടെ തന്നെ പറിച്ചെടുക്കാം. ഇത് നമ്മുടെ വീടിനോട് ചേർന്ന് നമ്മുടെ കുടുംബക്ഷേത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് പൂക്കളും ഇലകളും അങ്ങനെ കുറേ സംഭവങ്ങൾ, ഇങ്ങനെ കളർ ഇലകൾ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആയിക്കോട്ടെ, നമുക്ക് കുറച്ചങ്ങ് പറിച്ചെടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി രാവിലെ കുളിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നക്കായി നിറച്ച് വളയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് എത്ര നേരത്തേക്കെന്ന് അറിയില്ല ഗൈസ്. കാരണം അവൾക്ക് ഒരു ഡസൻ വള എന്ന് പറയുന്നത് ഒരാഴ്ച നിൽക്കില്ല, അവളെല്ലാം അടിച്ചു പൊട്ടിക്കും. അതിന് ഗൈസ്, ഇതായിട്ട് നമ്മുടെ ആവണിക്കുട്ടിയുടെ ഓണക്കോടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് ഗൈസ്, ഇതാണ് നമ്മുടെ പൂക്കളിടാൻ വേണ്ടിയിട്ടുള്ള പൂക്കളത്തിന്റെ ഷേപ്പായിട്ട് നമ്മൾ വരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി പൂക്കളിടാം. അതാണ് നമ്മുടെ അത്തപ്പൂക്കൾ ഇടാനുള്ള പൂക്കളൊക്കെ ആട്ടോ ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. ഇതെല്ലാം നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്തിൽ തന്നെ പറിച്ചെടുത്തതാണ്. അപ്പോൾ എല്ലാം നല്ല ഫ്രഷ് പൂക്കളാട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പൂക്കളൊക്കെ ഒന്ന് ഞെട്ടിന്നൊക്കെ ഒന്ന് പിച്ച് റെഡിയാക്കി നമുക്ക് അത്തപ്പൂക്കളത്തിലേക്കുള്ള ഇടാൻ പാകത്തിനൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. പൂക്കളൊക്കെ ഇട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും പൂവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇട്ട് തുടങ്ങിയപ്പോൾ. അപ്പോൾ ഇത്രയും വലിയൊരു അത്തപ്പൂക്കൾ ഇടാൻ പറ്റും നമ്മൾ വിചാരിച്ചതേ ഇല്ല. പക്ഷേ ഇട്ട് തുടങ്ങിയതിന് ശേഷം നമുക്ക് അത്യാവശ്യം പൂവൊക്കെ കിട്ടി, അത്യാവശ്യം നല്ല കളറായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എല്ലാവരും അത്തപ്പൂക്കളൊക്കെ കിട്ടുമോ? അതുപോലെ തന്നെ ഓണം എന്ന് പറയുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഫീൽ തന്നെയല്ലേ ഗായ്സ്. അപ്പോൾ ദാ ഗായ്സ്, അമ്മ ഇവിടെ കേക്ക് മുറിക്കുകയല്ലേ. അപ്പോൾ ദാ ഇന്നലെ ആയിരുന്നു കേട്ടോ അമ്മയുടെ ബർത്ത്ഡേ. അപ്പോൾ ഇന്നലെ നമ്മൾ മുറിച്ചില്ല, കാരണം ഇന്ന് ഏട്ടൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ രണ്ടുപേരുടെ ബർത്ത്ഡേ അടുത്തടുത്ത് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ തിരുവോണ ദിവസം തന്നെ. അപ്പോൾ ദാ അമ്മ കേക്കൊക്കെ മുറിച്ചു. നമ്മൾ ഇന്നലെ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു ഗൈസ്, വൈകിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓണത്തിൻ്റെ. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇവർ രണ്ടുപേരും അറിയാതെ സർപ്രൈസ് ആയിട്ട് വാങ്ങിയിട്ടൊരു കേക്ക്. അപ്പോൾ അവർ കേക്കൊക്കെ മുറിക്കുവാണേ. ഏട്ടനും മുറിച്ചു. അപ്പോൾ ഇതൊക്കെയല്ലേ ഗൈസ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരുമില്ല. ആവണിക്കുട്ടിക്ക് പിന്നെ മധുരത്തിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ കേക്കൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ. നമ്മുടെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നോക്കൂ, നല്ല ഫ്രഷ് കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. നമുക്ക് അവിയലൂടി ഉണ്ടാക്കാം. നമ്മുടെ സദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മൾ ഓരോരോ പാത്രങ്ങളിലായിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് പേര് ഇവിടെ ഫുഡ് കഴിക്കാൻ തുടങ്ങി
അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാ നോക്കൂ, നമ്മൾ ആവണിക്കുട്ടീനെ മടിയിലിരുത്തി കുറച്ച് ഫുഡ് കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾ നേരെ കഴിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നോക്കൂ, അവൾക്കും നമ്മളൊരു ഇലയിൽ എല്ലാ വിഭവങ്ങളും ഇട്ടിട്ട് നമുക്ക് അവൾക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ആദ്യം വിചാരിച്ചു അവളെല്ലാം തട്ടി പരത്തുന്നതാണ്. പക്ഷേ കുറേ നേരം നമ്മൾ നോക്കിയിട്ട് പക്ഷെ അവൾ ആ പപ്പടം മാത്രമേ എടുക്കുന്നുള്ളൂ, അല്ലാതെ അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ ഒന്നും തട്ടി പരത്തേ അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു അലങ്കോലം ഒന്നും അവൾ പെടുത്തുന്നില്ല കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മൾ ടി വിയിൽ പാട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് അവൾ ഓരോ സ്റ്റെപ്പ് ഇടുന്നതാണേ. അപ്പോൾ അവളെ ഇങ്ങോട്ട് തിരിച്ചിരുത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ ടി വി അവളുടെ ഓപ്പോസിറ്റ് ആയിരിക്കണം. അപ്പോൾ അവൾക്ക് നേരെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ കേട്ടിട്ടുള്ള ഒരു ഡാൻസാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. അവളിക്കുട്ടി ഒറ്റയ്ക്ക് പപ്പടമൊക്കെ എടുത്ത് കഴിക്കുകയാണ് ഗൈസ്. അവൾക്ക് എപ്പോഴും ഒറ്റയ്ക്ക് വാരി കഴിക്കാനാണ് ഇഷ്ടം, നമ്മൾ വാരി കൊടുക്കുന്നതിനെക്കാട്ടിലും. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുഡ് കഴിക്കുന്നത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാട്ടോ നമ്മുടെ ഓണവിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.